അതെ, നമുക്കൊന്നൊരു സാധനം ഉണ്ടാക്കിയാലോ? മുട്ട വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ. അപ്പം നമുക്ക് വേണ്ടത് മുട്ടനൊരു 3 മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും ഒണിയനും ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ആണെങ്കിൽ ഈ മുട്ടയ്ക്കകത്തേക്ക് ക്യാരറ്റും ഒണിയനും ഇടുവാണേ. എന്നിട്ട് അതിന്റെ അകത്തേക്ക് ഞാൻ കുറച്ച് പെപ്പർ പൗഡർ ഇടുക. ഇത്തിരി ഉപ്പും ഇടുവാണേ. ഓക്കെ, എന്നിട്ട് ഞാനാണെങ്കിൽ കുറച്ച് ഞാൻ അടുപ്പ് കത്തിച്ചു എന്നിട്ട് എണ്ണ ഒഴിക്കുവാണേ. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇച്ചിരി എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച സാധനങ്ങൾ എടുത്തിടാം. അപ്പോൾ ഞാനാണെങ്കിൽ എണ്ണ ചൂടായി. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സാധനം അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് കുറച്ച് തക്കാളി നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഈ മുട്ട ഒന്ന് ആയി വരട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ മുട്ട ആയിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിക്കോ കേട്ടോ. അപ്പൊ നമുക്ക് ഈ മുട്ടയാണെങ്കിൽ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഞാൻ അത് ഉണ്ടാക്കിയത് മാറ്റി കേട്ടോ ബൗളിനകത്ത്. ഇനിയിപ്പം ഒന്നോടെ ഒന്ന് സ്റ്റൗ കത്തിച്ചിട്ട് നമ്മൾ ഇച്ചിരി എണ്ണ ഒഴിക്കുവാണേ. എന്നിട്ട് കടുക് ഇടുവാണേ. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അരച്ചു വെച്ച തക്കാളി ഇല്ലേ, തക്കാളി കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി അകത്തേക്ക് ഇടാൻ പോവാ കേട്ടോ. ഇച്ചിരി പൊട്ടിക്കൊരു വെള്ളം കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടേ. എന്നിട്ട് ഞാനിവിടെ ഇച്ചിരി മസാല എടുത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണേ. ഇത് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ പോവാ കേട്ടോ. അപ്പൊ ഇതിനു വേണ്ടി ഇച്ചിരി ഉപ്പിടാം കേട്ടോ നമുക്ക്. അപ്പൊ നമ്മുടെ മുട്ട ഉണ്ടാക്കി വെച്ചേക്കുന്നില്ലേ, ഇതെടുത്തിട്ട് നമുക്ക് ഈ അരപ്പിനകത്തേക്ക് ഇടാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതെ, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.